സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. കാരണം ഇത് പെണ്ണാണ്, അങ്ങനെ കളിച്ചാൻ പറ്റില്ല, പെണ്ണുങ്ങൾ കളിച്ചാൻ പറ്റില്ല എന്നൊക്കെ പറയും. പിന്നെ ഞാനിങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ ഓൾക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് ഓല് സപ്പോർട്ട് തന്നു. ഫ്രണ്ട്സ് ആദ്യം മുതൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് ചാനൽ എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരാണ്. അസാമാന്യമായ പ്രതിഭ കൊണ്ട് ഫ്രീ സ്റ്റൈൽ മേഖലയുടെ രംഗവേദികളിൽ ആടിത്തിമിർക്കുന്ന ഒരു പ്രതിഭ അലനല്ലൂരിന്റെ മണ്ണിലുണ്ട്. സമൂഹ മാധ്യമങ്ങളുടെ താരമായ സഫയെ തേടിയാണ് ഇന്ന് ചാനൽ 10 ഈ ഒരു യാത്ര. അസാമാന്യമായ മികവ് കൊണ്ട് സമൂഹ മാധ്യമങ്ങൾ നെഞ്ചേറ്റിയ പ്രതിഭ സഫ ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം കൂടെയുണ്ട്. എന്തായാലും എവിടെ നോക്കിയാലും സമൂഹ മാധ്യമങ്ങളുടെ താരമാണ് സഫ. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് പ്രതിഭയുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്? 7ാം ക്ലാസ് പഠിച്ചപ്പോഴാണ് ഞാൻ നോക്കിയത്. അതായത് ഇങ്ങനെ എനിക്ക് പണ്ട് മുതലേ പന്തോടൊക്കെ കളിച്ചൊന്നും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ റീൽസിൽ യൂട്യൂബിലൊക്കെ കണ്ടു ഇങ്ങനെ ഫ്രീ സ്റ്റൈൽ ചെയ്യണം ഓരോരുത്തരെ. അപ്പോൾ അത് കണ്ട് ഞാനും ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് റെഡിയായി. ഫസ്റ്റ് ടൈം ഒന്നും റെഡി ആയില്ല, പിന്നെ പ്രാക്ടീസ് ചെയ്ത് റെഡിയായി. നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും നമ്മൾ കടന്നു വന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് കൃത്യമായ സപ്പോർട്ട് വേണമല്ലോ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അധികം കൈവയ്ക്കാത്ത ഒരു മേഖല കൂടെ ആയതുകൊണ്ട് എങ്ങനെയായിരുന്നു ഫാമിലി, അതോടൊപ്പം തന്നെ സുഹൃത്തുക്കള് എല്ലാവരുമുള്ള ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? ഫാമിലിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടൊന്നും ഉണ്ടായില്ല. കാരണം ഇത് പെണ്ണാണ്, അങ്ങനെ കളിച്ചാൻ പറ്റില്ല, പെണ്ണുങ്ങൾ കളിച്ചാൻ പറ്റില്ല എന്നൊക്കെ പറയും. പിന്നെ ഞാനിങ്ങനെ ചെയ്ത് കണ്ടപ്പോൾ ഓൾക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് ഓല് സപ്പോർട്ട് തന്നു. ഫ്രണ്ട്സ് ആദ്യം മുതൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ഞാനിങ്ങനെ ഇതായപ്പോഴാണ് എല്ലാവരും സപ്പോർട്ട് തന്നത്. നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും ആ മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് മോട്ടിവേഷൻ ആയിക്കൊണ്ട് ഒരാൾ മുമ്പിലുണ്ടാവും. അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്ന സമയത്ത് ആരായിരുന്നു സഫയുടെ മോട്ടിവേഷൻ? അതായത് റിസ്വാനും ബോളോണ്ട് ചെയ്യാൻ കണ്ടിട്ടും ഉമർ ഇങ്ങനെ ബാലൻസിങ് കണ്ടിട്ടും ഞാൻ രണ്ടും കൂടെ കൂട്ടി മിക്സ് ചെയ്തു. ഇവരെ വീഡിയോസൊക്കെ ഞാൻ സ്ഥിരമായിട്ട് കാണും. ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തപ്പോൾ എനിക്കും നടക്കൂല, എന്നെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ കരുതിയതാണ്. പിന്നെ ഞാൻ ചെയ്ത് പഠിച്ചപ്പോൾ എനിക്കും കഴിയുമെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ചെയ്തു, ഇപ്പോൾ ഇവിടെ എത്തി. അപ്പൊ എന്തായാലും സഫ ഇപ്പൊ തരംഗമായി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഒരുപാട് പ്രോഗ്രാംസ് അതിഥികളായിട്ടൊക്കെ പോകുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഈ തിരക്ക് ആസ്വദിക്കുന്നുണ്ടോ? അതെ. ഞാൻ ആദ്യമായിട്ട് പോയത് കോഴിക്കോടാണ്. കോഴിക്കോട് NIT കോളേജിലാണ്. അവിടെ ഗസ്റ്റായി പോയി. പിന്നെ ഇങ്ങനെ അത് പോയിനാലും ഓരോരുത്തർ വിളിച്ചിലോർത്തി കോളേജിലും സ്കൂളിലും ആർട്സ് അല്ല സ്പോർട്സിലും ആനുവലിലേക്കും ഇനാഗുറേഷനായി ഗസ്റ്റായി വിളിക്കും. അങ്ങനെ പോയി അവർക്ക് നല്ല സപ്പോർട്ട് തരും. അപ്പൊ എന്തായാലും സഫ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ എൻ്റെ ഒരു ചെറിയ ആഗ്രഹം സഫയോട് പറയുന്നുണ്ട്. പറ്റുമെങ്കിലും ഒന്ന് സാധിച്ചു തരണം. എൻ്റെ കയ്യിലുള്ള ഞങ്ങളുടെ ചാനൽ 10 മൈക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും? നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും നമ്മൾ ആ മേഖലയിൽ മികച്ചതാവാൻ എന്നും ആഗ്രഹിക്കുന്നുണ്ട്.
അപ്പൊ ഒരു ഫ്രീ സ്റ്റൈലർ എന്ന നിലയിൽ എന്താണ് സഫയുടെ ഭാവി ആഗ്രഹങ്ങളൊക്കെ? ഇല്ല, അതായത് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ പ്രോഗ്രാംസ് ഇതൊക്കെ ചെയ്തു പോകുക, എന്താണെന്നൊന്നും അറിയില്ല, എന്നാലും ചെയ്തു പോവുക, അവസാനം എവിടെ വരെ പോണോ അതുവരെ പോവുക. പിന്നെ ഗിന്നസിലൊക്കെ കയറിയ കൊള്ളാനുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഇതിന്റെ ഷോ അവിടെ ചെയ്യാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, നടക്കട്ടെ. എന്തായാലും ഓഡിയൻസ് കുറെ സമയമായിട്ട് പറയുന്നുണ്ട് സഫയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കണം, കാരണം ഇത്രയും വലിയൊരു പ്രതിഭയെ കിട്ടിയിട്ട് പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്നത് സഫയുടെ പെർഫോമൻസ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും 1-2 പെർഫോമൻസ് കണ്ടാലോ. അപ്പൊ നമ്മൾ തുടക്കം തന്നെ പറഞ്ഞു ഫാമിലി ഒക്കെ നല്ല സപ്പോർട്ടാണെന്ന്. അപ്പൊ സഫ പഠിക്കുന്ന വിദ്യാലയത്തില് അധ്യാപകരും സൗഹൃദങ്ങളൊക്കെ കൂടെ നല്ല സപ്പോർട്ടായി കൂടെ നിൽക്കാറുണ്ടോ? ഞാൻ പഠിക്കുന്നത് മണ്ണാർക്കാട് MES-ലാണ്. അവിടുത്തെ ടീച്ചേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യും. കാരണം ഓരോ സ്കൂളിൽ തന്നെ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്ന് പറയുമ്പോൾ ഓലൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നില്ല. ചെറിയ പ്രായത്തിൽ വലിയ മികവ് കൊണ്ട് തന്റെ പ്രതിഭ അടയാളപ്പെടുത്തിയ സഫയാണ് ഇന്ന് ചാനൽ 10നോട് മനസ്സ് തുറന്നിട്ടുള്ളത്. ഫ്രീ സ്റ്റൈൽ മേഖലയിൽ ഒരുപാട് ഉയരങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഈ കൊച്ചു മിടുക്കി ഇനിയുള്ള നാടുകളിൽ ആഗ്രഹിക്കുന്നത്. വലിയ ഉയരങ്ങൾ സ്വന്തമാക്കാൻ ഈ ഒരു മിടുക്കിക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. അലനല്ലൂരിൽ നിന്നും ക്യാമറമാൻ ഷനു അരീക്കോടിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.